അവിടെ എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് 2024 ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് 2024 എന്താണ് ഒരു അറ്റൻഡർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു LDC നിലവാരത്തിലുള്ള ഒരു ചോദ്യങ്ങളായിരുന്നത്. അത്യാവശ്യം നല്ല പാടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്താ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്ടാ, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ചോദ്യം വായിക്കാം. താഴെ പറയുന്നവയിൽ നമ്മുടെ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്, നമ്മുടെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രസിദ്ധീകരണത്തിന്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആത്മാനുതാപം, പിന്നെന്താണ് ഇടയ നാടകങ്ങൾ, അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം, നലാഗമങ്ങൾ, ജ്ഞാന സല്ലാപങ്ങൾ, വേദാധികാര നിരൂപണം, അരുൾ നൂൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണം അല്ലാത്ത ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ അഭിനവ കേരളമാണോ? അല്ല. നമ്മൾ അഭിനവ കേരളം ആരെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ്. അഭിനവ കേരളവും ആത്മവിദ്യാകാഹളം ആരുടെയുണ്ട്? അതാരുണ്ട്? അത് വാഗ്ഫടാനന്ദൻ്റെയാണ്. വാഗ്ഫടാനന്ദൻ. അപ്പോൾ അഭിനവ കേരളവും ആത്മവിദ്യാകാഹളം ആരുടെയാണ്? നമ്മുടെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വാഗ്ഫടാനന്ദൻ്റെയാണ്. ഓക്കെ, അടുത്ത് നോക്കാം. വേദാധികാര നിരൂപണം അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ ആണോ? അല്ല. വേദാധികാര നിരൂപണം എത്രയാണ്? ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. PSC പലതവണ ചോദിച്ച കാര്യമാണ്. പിന്നെ ഏതാണ്? അരുൾ നൂൽ ആരുടെയാണ്? അയ്യാ വൈകുണ്ഠസ്വാമി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്ട 2ഉം 4ഉം വരില്ല. 2ഉം 4ഉം വരില്ല, 1ഉം 3ഉം വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്ടാ? ചോദിക്കുന്ന പെടാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്? പെടാത്താകുമ്പോൾ ഏതാ ആൻസർ വരും? നമുക്ക് 2ഉം 4ഉം ആകുമ്പോൾ ഓപ്ഷൻ C ആണ്. ഇവിടുത്തെ ആൻസർ ഏതാണ്ട് ഓപ്ഷൻ C ആണ്. ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് എന്താണ്? ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻ ഡിലനോയ്, അതായത് ഡച്ചുകാരനായ ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ഓക്കെ, ആറ്റിങ്ങൽ കലാപമാണോ? ചാർനാർ കലാപമാണോ? ഒന്നാം പഴശ്ശി കലാപമാണോ? കുളച്ചൽ യുദ്ധമാണോ? ഏതാണ്ടാ? അത് നമ്മുടെ കുളച്ചൽ യുദ്ധമാണ്. കുളച്ചൽ യുദ്ധം എന്താണ് നടന്നത്? 1741 ഓഗസ്റ്റ് 10. 1741 ഓഗസ്റ്റ് 10 നമ്മുടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം. ഓക്കെ, ആ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ക്യാപ്റ്റൻ ഡിലനോയ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? കുളച്ചൽ യുദ്ധം. ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതാണ് 3ാമത്തെ ചോദ്യം. എന്താണ്ടാ? ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആര്? ഇൻ മെമ്മോറിയം നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു ചിത്രമാണിത്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ആരാണ്? നമ്മുടെ ജോസഫ് നോയൽ പാറ്റേൺ ആണോ? തോമസ് ജോൺ ബാർക്കർ ആണോ? അമൃത ഷെർഗിലാണോ? നന്ദലാൽ ബോസ് ആണോ? ഒരു ഇംഗ്ലീഷ് ടച്ച് അല്ലേ, അപ്പോൾ അത് ബ്രിട്ടീഷുകാരായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ A അല്ലെങ്കിൽ B, ഏതായിരിക്കും? ഏതാണ്? നമ്മുടെ ജോസഫ് നോയൽ പാറ്റേൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നതിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നതിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് ചോദ്യം? താഴെ പറയുന്നതിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നോക്കാം. ആനി ബസന്റ്, ഡേവിഡ് ഹാരെ, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിൽ നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ? ആരാണ്? നമ്മുടെ ആനി ബസന്റ് വരും. പിന്നെ ആര് വരും? S സുബ്രഹ്മണ്യ അയ്യർ വരും. പിന്നെ ആര് വരും? ലോകമാന്യ തിലകും വരും. അപ്പോൾ 1, 3, 4 ഒക്കെ ഓപ്ഷൻ B ആണ് വരുന്നത്. ഡേവിഡ് ഹാരെ ആരാണ്? ഡേവിഡ് ഹാരെ നമ്മുടെ കൊൽക്കത്തയിലെ ഹിന്ദു കോളേജുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഹിന്ദു കോളേജുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ആനി ബസന്റ്, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഓക്കെ, അപ്പോൾ ഡേവിഡ് ഹാരെ എന്താണ്? നമ്മുടെ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ല. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത എന്താണ്? ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മ, ഹൈദരാലി, ടിപ്പു സുൽത്താൻ, പഴശ്ശിരാജ. ആരാണ് ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി? ആരായിരുന്നു? അത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ 2024 നമ്മുടെ UN ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അന്താരാഷ്ട്ര ധാന്യ വർഷം, അന്താരാഷ്ട്ര കർഷക വർഷം, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം, അന്താരാഷ്ട്ര
ഒട്ടകവർഷം. ഓക്കെ, ഏതാണ് 2024 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? 2024 ഏതാണ്? ഒട്ടകവർഷം. 2024 ഏതാണ്? ഒട്ടകവർഷം. ഓക്കെ, അപ്പോൾ 2025 കുറേ ഉണ്ടോടാ. ഹിമാനിയുണ്ട്, ഹിമാനികളുടെ വർഷമാണ്. സഹകരണ വർഷമാണ്. പിന്നെന്താണ്? ക്വാണ്ടം സയൻസിൻ്റെ വർഷമാണ്. പിന്നെന്താണ്ടാ? പിന്നെ നമ്മുടെ സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും വർഷമാണ്. വർഷമാണ്. ഓക്കെ, അപ്പോൾ 2024 ഒട്ടക വർഷമായിട്ട് ആചരിച്ചു. 2025 ഏതൊക്കെ ആയിട്ടാണ്? ഹിമാനി, സഹകരണം, ക്വാണ്ടം സയൻസ്, സമാധാനം, വിശ്വസ്തത. അപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ. 2025 ഇത്രയും മേഖലയ്ക്ക് ഊന്നൽ നൽകിയാണ് 2025 നമ്മുടെ UNO ആഘോഷിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്തെന്താണ്? വേൾഡ് ജോഗ്രഫി ബന്ധപ്പെട്ട SCERT-ലുള്ള ഒരു ചോദ്യമാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന സൂര്യ സമീപ ദിനം ഏതാണ്? പെരിഹീലിയൻ ഡേ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സൂര്യ സമീപ ദിനം, അതായത് പെരിഹീലിയൻ എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ജനുവരി 3, മാർച്ച് 21, ജൂലൈ 4, ഡിസംബർ 22. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ പെരിഹീലിയൻ അഥവാ സൂര്യ സമീപ ദിനം? അതായത് സൂര്യൻ എന്നാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഏതാണ് നമ്മുടെ ജനുവരി 3 ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ ഏതാണ്? ജനുവരി 3 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തേതാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ, അതായത് ടോപ്പോഷീറ്റ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓക്കെ, അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഡെറാഡൂൺ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡെറാഡൂൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തെന്താണ്? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപ്യ നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഉപദ്വീപ്യ നദി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി. ഇതിലേതാണ് സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപ്യ നദി ഏതാണ്? ഇതാണ് നമ്മുടെ കൃഷ്ണ നദിയാണ്. അപ്പോൾ കൃഷ്ണ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? മഹാബലേശ്വർ. ഓക്കെ, സെറ്റാണോ? നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ചോദ്യം, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. അപ്പോൾ താഴെ പറയുന്ന ഏത് ദേശീയ ജലപാതയാണ് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ബന്ധിപ്പിക്കുന്നത്? കോട്ടപ്പുറമൊക്കെ മാറി ഇപ്പം എന്താണ്? കോഴിക്കോട് ആയിട്ടുണ്ട്. ഓക്കെ, കോഴിക്കോട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ കേരളത്തിലൂടെയുള്ള ദേശീയ ജലപാത? ഏതാണ്? NW1 ആണോ? NW2 ആണോ? NW3 ആണോ? NW4 ആണോ? ഏതാണ്? നമ്മുടെ NW3 ആണ്. NW3 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. NW1 എവിടെയാണ്? അലഹാബാദ്, ഹാൽഡിയ. NW1 അലഹാബാദ്, ഹാൽഡിയ. ഓക്കെ, NW2 എവിടെയാണ്? സാദിയ ദൂബ്രി. NW2 സാദിയ ദൂബ്രി. NW4 ഏതാണ്? കാക്കിനാഡ, പുതുച്ചേരി. ഓക്കെ, അപ്പോൾ എന്താണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം, അതായത് കോഴിക്കോട് വരെ ആയിട്ടുണ്ട്. കൊല്ലം കോഴിക്കോട് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ദേശീയ ജലപാതയാണ് NW3. NW1 അലഹാബാദ്, ഹാൽഡിയ. NW2 എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? NW2 സാദിയ ദൂബ്രി. NW4 എവിടെയാണ്? കാക്കിനാട, പുതുച്ചേരി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലിയോനാർഡോ ആണോ? അനുവാദിനിയാണോ? ChatGPT ആണോ? ജെമിനി ആണോ? ഏതാണ്? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ നമ്മുടെ AI അടിസ്ഥാനമാക്കിയുള്ള എന്താണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്ലാറ്റ്ഫോം ഏതാണ്? അത് നമ്മുടെ അനുവാദിനിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോവാം. അടുത്ത എന്താണ്? നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ് നോക്കേണ്ടത്. ഓക്കെ, നോക്കാം. മഹൽനോബിസ് മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്ത ഏതാണ്? മഹൽനോബിസ് മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. കറക്റ്റാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു, അല്ല, തെറ്റാണ്. അടുത്ത, വ്യവസായ വികസനമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ്
ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അത് കറക്റ്റാണ്. അപ്പോൾ ബന്ധമില്ലാത്ത ഏതാണ്? രണ്ട് മാത്രം വരുമ്പോൾ ഏതാണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് മനുഷ്യ വിഭവശേഷി വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ വികസന ലക്ഷ്യമല്ലായിരുന്നു. അത് ഏതാണ്? അത് നമ്മുടെ 8ാം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യ വിഭവശേഷി വികസനം എന്താണ്? 8ാം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഉദാരവൽക്കരണം നടപ്പാക്കാൻ കാരണമായത് എന്താണ്? ഓക്കെ, ഏതാണ്? വ്യവസായ രംഗത്തുള്ള ചൈനയുടെ മുന്നേറ്റം, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും, ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അതൃപ്തി. ഓക്കെ, അപ്പോൾ ഏതാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇതിൽ ഏത് ഓപ്ഷനാണ് വരുന്നത്? കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന എന്താണ്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണം നടപ്പാക്കാൻ കാരണമായത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്, നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങളും ധനകാര്യേതര സ്ഥാപനങ്ങളായിട്ടൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമ്മുടെ വാണിജ്യ ബാങ്കുകളിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? നമ്മുടെ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹരിത വിപ്ലവം ഇല്ലാത്ത ഒരു PSC ക്വസ്റ്റ്യൻ പരീക്ഷ പോലും നടത്തുന്നില്ല. ഓക്കെ, ഹരിത വിപ്ലവം MS സ്വാമിനാഥനും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പോലും ഇല്ല. അദ്ദേഹം മരണപ്പെട്ടുകൊണ്ട് എന്താണ് ഒരുപാട് കറണ്ട് അഫെയർ പോയിന്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നോക്കാം. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ശരിയാണ്, ഇതിൻ്റെ വക്താവ് ആരാണ്? MS സ്വാമിനാഥനാണ്. ആദ്യ ഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ്? ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ്? ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കറക്റ്റാണ്. അടുത്തത് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയായിരുന്നു. അതും കറക്റ്റാണ്. ഹരിത വിപ്ലവം വ്യവസായ വികസനം സാധ്യമാക്കി. ഓക്കെ, ഹരിത വിപ്ലവം എന്താണ്? വ്യവസായ വികസനം സാധ്യമാക്കി എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? 1, 2, 3 ശരിയായിട്ടുള്ളതാണ്. ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് ഓപ്ഷൻ വരുമെന്ന്. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഹരിത വിപ്ലവം വ്യവസായ വികസനമല്ല, കാർഷിക മേഖലയുടെ പുരോഗതിയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്ത എന്താണ്? പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും എന്താണ് ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? ഓക്കെ, പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം. ഓക്കെ, ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ്? 1ാം സ്ഥാനമാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഏതാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. വീരാൾ ആചാര്യ, ജഗദീഷ് ഭഗവതി, അരവിന്ദ് പനഗരിയ, അമിത് മിശ്ര. ആരാണ് 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? ആരാണ്? നമ്മുടെ അരവിന്ദ് പനഗരിയാണ്. 15 ആരാണ്? അതായത് ഇദ്ദേഹം നമ്മുടെ 2026 ഏപ്രിലാണ് ചുമതല ഏൽക്കുന്നത്. 2026 ഏപ്രിൽ മാസത്തിലാണ് ചുമതല ഏൽക്കുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ ആരാണ്? NK സിംഗ് ആണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണ്? 280 ആണ്. ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇവർ റിപ്പോർട്ട് കൊടുക്കുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്ന ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓക്കെ, അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. 15 NK സിംഗ്. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷന് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്ന ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. ഇവർ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവശ്യ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയൊരു ലെങ്തി ചോദ്യമാണ്. നോക്കാം. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഓക്കെ,
എന്താണ് അത് ശരിയാണ്, അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തെന്താണ്, സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്താണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി ആയിരുന്നില്ല. അടുത്തെന്താണ്, 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്താണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. അതെന്താണ്, അത് കറക്റ്റാണ്. അടുത്തെന്താണ്, ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിന് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. അതായത് 1:10 ലക്ഷം എന്നൊരു തോതിലായിരുന്നു, 1:10 ലക്ഷം എന്ന തോതിലായിരുന്നു എന്താണ് അന്ന് സീറ്റുകൾ അനുവദിച്ചിരുന്നത്. അപ്പോൾ അതെന്താണ്, അതും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ശരി, 1 ശരി, 3 ശരി, 4 ശരി. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധമായിട്ട് ബന്ധപ്പെട്ട് 7ാം പട്ടികയിലെ നമ്മളെ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ ഓർ അവശിഷ്ട അധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായ ജോഡിയാണ്, ശരിയായ ജോഡി. ഓക്കെ, നോക്കാം, വിഷയങ്ങൾ നോക്കാം. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽ എന്ന് പറയുന്നു, ഭൂമി സംസ്ഥാന ലിസ്റ്റിൽ എന്ന് പറയുന്നു, സൈബർ നിയമങ്ങൾ ഏതാണ്, സംയുക്ത ലിസ്റ്റിൽ എന്ന് പറയുന്നു, പിന്തുടർച്ച അവകാശം അവശിഷ്ട അധികാരത്തിലും വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ജോഡി, ശരിയായ ജോഡി ഏതാണ്? ഓക്കെ, നോക്കാം. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, അത് ശരിയാണ്. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിലാണ് തുറമുഖങ്ങൾ വരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ഓക്കെ, ഭൂമി സംസ്ഥാന ലിസ്റ്റാണ്, ശരിയാണ്. ഭൂമി സംസ്ഥാന ലിസ്റ്റാണ്, അത് ശരിയാണ്. സൈബർ നിയമങ്ങൾ എന്താണ്, സംയുക്ത ലിസ്റ്റാണോ കൺകറന്റ് ലിസ്റ്റാണോ? അല്ല, സൈബർ നിയമങ്ങൾ ഏതാണ്, അവശിഷ്ട അധികാരങ്ങളാണ്. അതായത് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളാണ്. പിന്തുടർച്ച അവകാശം ഏതാണ്, അവശിഷ്ട അധികാരം അല്ല. പിന്തുടർച്ച അവകാശങ്ങൾ ഏതിലാണ് വരുന്നത്, നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത എന്താണ്, വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഓക്കെ, നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തണം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. അടുത്തെന്താണ്, ആർട്ടിക്കിൾ 75 ക്ലോസ് 3 പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തമുണ്ട്. അടുത്തെന്താണ്, 91ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം എന്താണ്, പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി ഉപദേശപ്രകാരമാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തെന്താണ്, അനുച്ഛേദം 75 ക്ലോസ് 3 പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റിനോട് ഉത്തരവാദിത്തമുണ്ട്. അതെന്താണ്, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കാം. 91ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ്, ലോകസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്താണ്, ആകെ അംഗസംഖ്യയുടെ എത്രയാണ്, 20% കൂടാൻ പാടില്ല. 20% അല്ല, അത് എത്രയാണ്, 15%. അത് എത്രയാണ്, 15% കൂടാൻ പാടില്ല. അപ്പോൾ അതും തെറ്റാണ്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെൻറ്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്, 1ഉം 4ഉം വരുന്ന ഏതാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തണം. 2024 എന്താണ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 75 നിന്ന് 80 വർദ്ധിച്ചു. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. KYC എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. സ്വീപ്പ് എന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തിരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് കുറച്ച് ആപ്ലിക്കേഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫെയർ ചോദ്യമാണിത്. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് തെറ്റായത്, ബന്ധമില്ലാതെ വരുന്ന ഏതാണ്. ഓക്കെ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്താണ് മുന്നോടിയായി മുതിർന്ന പൗരന്മാർക്ക് തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 75 നിന്ന് 80 ഉയർത്തി എന്നാണ് പറയുന്നത്. അതെന്താണ്, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത് നോക്കാം. ഭിന്നശേഷിക്കാർക്ക് എന്താണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇറങ്ങി. സാക്ഷ്യം, അത് കറക്റ്റാണ്.
അടുത്തേതാണ് KYC എന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും എന്താണ് ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ KYC ഓക്കെ KYC അതെന്താണ്, അത് തെറ്റാണ്, KYC അല്ല. ഓക്കെ, എന്നാൽ സ്യൂപ്പ് എന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തിരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ 4 ശരിയാണ്, 4 ശരിയായാണ്. അപ്പോൾ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 3 ആണ് തെറ്റായി വരുന്നത്, 1 3. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 106 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ. 106 ഭരണഘടനാ ഭേദഗതി എന്താണ്, ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. ഓക്കെ, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. പിന്നെന്താണ്, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾ ഇത് ബാധകമല്ല. ഓരോ അതിർത്തി നിർണ്ണയത്തിന് ശേഷം സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും. അപ്പോൾ ബന്ധമില്ലാത്തതാണ് നമുക്ക് നോക്കേണ്ടത്, ബന്ധം ഇല്ലാത്തത്. അപ്പോൾ എന്താണ്, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എന്താണ് 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ്, അത് ശരിയാണ്. അടുത്തതാണ് ദേശീയ തലസ്ഥാനമായ ഡൽഹി കൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭകളിലും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നു. അത് തെറ്റാണ്. അടുത്തെന്താണ്, ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്ത സീറ്റുകൾക്ക് ഇത് ബാധകമല്ല. അതും തെറ്റാണ്. അടുത്തെന്താണ്, ഓരോ അതിർത്തി നിർണ്ണയത്തിന് ശേഷം സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും. അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഏതാണ്ട് തെറ്റായതെന്ന് ചോദിച്ചാൽ 1 4 ശരിയാണ്, 2 3 തെറ്റാണ്. 2 3 തെറ്റിയതുകൊണ്ട് ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പോൾ 26 ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തെന്താണ്, നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ് സ്ഥാപിതമായത്? അതായത് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്ടാ, നമ്മുടെ അനുച്ഛേദം 243 ആണ്. അനുച്ഛേദം 243 ആണ്. അടുത്തെന്താണ്, നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്നാണ്? വൈസ് ചെയർമാനാണ്. അപ്പോൾ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി. വൈസ് ചെയർമാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈസ് ചെയർമാൻ ആരാണ്? നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? നമ്മുടെ കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്, നമ്മുടെ കേരള PSC. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. ഓക്കെ, പിന്നെ എന്താണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് എന്നാണ്? 2018 ജനുവരി 1-ാം തീയതിയാണ്. നമ്മുടെ KAS ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? KAS ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന കേരള PSC ആണ്. ശരിയാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായിട്ടാണ് രൂപപ്പെടുത്തിയത്. ശരിയാണ്. ഇത് നിലവിൽ വന്നത് എന്നാണ്? 2018 ജനുവരി 1-ാം തീയതി. ശരിയാണ്. അപ്പോൾ എന്താണ്, എല്ലാ പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. അപ്പോൾ നമ്മുടെ 29ൻ്റെ ആൻസർ വരും ഡി വരും. ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇവിടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകൾ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ ഇവയൊന്നുമല്ല. അപ്പോൾ ഏതാണ് ഇതിൽ ഉൾപ്പെടാത്തത്? നമ്മുടെ ശാസ്താംകോട്ട കായൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വേമ്പനാട്ട് കായൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അഷ്ടമുടി കായൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഡി, ഇവയൊന്നുമല്ല. അടുത്തതായി നമ്മുടെ കൗവായി കായൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. കൗവായി കായൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കൗവായി കായൽ കണ്ണൂർ ജില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ശാസ്താംകോട്ട കായലുണ്ട്, വേമ്പനാട്ട് കായലുണ്ട്, അഷ്ടമുടി കായലും എന്താണ്? റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ്, ഉൾപ്പെട്ട ജലാശയങ്ങളാണ്. ഓക്കെ, അടുത്തെന്താണ്? സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവയിൽ ആരായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് എന്താണ്, നമ്മുടെ ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കാനായിട്ടൊരു സമിതി രൂപീകരിച്ചു. അതിൻ്റെ ചെയർമാൻ താഴെ പറയുന്നതിൽ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? നമ്മുടെ മുൻ
കേരള മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനാണ്. സി അച്യുതമേനോനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അതാണ് നമ്മുടെ അടുത്തെന്താണ് ഒരു പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, സാമൂഹ്യക്ഷേമ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി എന്ന പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് മിഠായി പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആരംഭിച്ച പദ്ധതി, കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി, സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കിയ ആരോഗ്യ പദ്ധതി, പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. ഏതാണ് നമ്മുടെ പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. PSC പലതവണ ചോദിച്ചു മടുത്ത ചോദ്യമാണ്. മിഠായിയുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കുട്ടികളിലുള്ള എന്താണ്, നമ്മുടെ പ്രമേഹബാധിതരായ കുട്ടികളെ എന്താണ് സഹായിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? നമ്മുടെ OR കേളു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയാണ്, നമ്മുടെ കേരള മന്ത്രിസഭയിലെ അംഗമാണ്. അദ്ദേഹം ഏത് നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് മണ്ഡലമാണ്? നമ്മുടെ മാനന്തവാടിയാണ്. നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നുള്ള MLA ആണ്. ആരാണ്? നമ്മുടെ OR കേളു. നമ്മുടെ രാധാകൃഷ്ണൻ എന്താണ് MP ആയ പിന്നെ എന്താണ് നമ്മുടെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. മാനന്തവാടിയാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം, മാനന്തവാടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യത്താണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്നത്? അപ്പോൾ താഴെ കുറച്ച് രാജ്യം നൽകിയിട്ടുണ്ട്. അതിൽ ടസാർ എന്ന് പറഞ്ഞ സിൽക്ക് അതിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന രാജ്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ജപ്പാനാണോ, റഷ്യയാണോ, ഇന്ത്യയാണോ, ഈജിപ്താണോ? ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഓപ്ഷൻ എന്താണ്? C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്താണ്? കണ്ണിൻ്റെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരിക പാളി ഏതെന്നാണ്? അപ്പോൾ കണ്ണിൻ്റെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ദൃഷ്ടിപടലം, പിന്നെന്താണ്? രക്തപടലം, പ്യൂപ്പിൾ, കോർണിയ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണിലെ പ്രകാശഗ്രാഹികൾ ഏത് ആന്തരപാളിയിലാണ് കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ ദൃഷ്ടിപടലത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ദൃഷ്ടിപടലത്തിലാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. കണ്ണിൻ്റെ എന്താണ്? ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ജമുന പ്യാരി, സുൽത്താൻ മലബാറി എന്നിവ ഏത് വളർത്തു മൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ഓക്കെ, അപ്പോൾ എന്താണ്? പന്നിയുടെ ആണോ, ആടിൻ്റെ ആണോ, എരുമയുടെ ആണോ, പശുവിൻ്റെ ആണോ? ഓക്കെ, അപ്പോൾ ജമുന പ്യാരി എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. ജമുന പ്യാരി സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, ഏതാണ്? നമ്മുടെ ആടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, KFD അതായത് കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഓക്കെ, KFD അതായത് കുരങ്ങുപനിക്ക് കാരണമാകുന്ന രോഗാണു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ, വൈറസ് ആണോ? ഏതാണ്? വൈറസ്. അപ്പോൾ വൈറസ് വരുത്തുന്നൊരു രോഗമാണ് കുരങ്ങുപനി. വൈറസാണ് അതിന് രോഗാണു ഏതാണ്? വൈറസാണ്. കുരങ്ങുപനിയുടെ രോഗാണു ഏതാണ്? വൈറസാണ്. ഓക്കെ, അടുത്തതും PSC പലതവണയായിട്ട് ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക് ആണോ, സ്വിറ്റ്സർലാൻഡ് ആണോ, ജനീവയാണോ, വിയറ്റ്നാമാണോ? എവിടെയാണ് WWFൻ്റെ ആസ്ഥാനം? എവിടെയാണ്? നമ്മുടെ സ്വിറ്റ്സർലാൻഡിലാണ് ആസ്ഥാനം. സ്വിറ്റ്സർലാൻഡിൽ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഓക്കെ, അതൊരു സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാണ്. എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി. അടുത്തതാണ് അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി, സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള പദ്ധതി, നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുള്ള ധനസഹായ പദ്ധതി. എന്താണ് ശരണ്യ പദ്ധതിയുടെ ലക്ഷ്യം? അത് സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. അപ്പോൾ ശരണ്യ പദ്ധതി എന്താണ്? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. നമ്മളിപ്പോൾ 2 പദ്ധതി പറഞ്ഞു, മിഠായി പറഞ്ഞു, ശരണ്യ പറഞ്ഞു. മിഠായി എന്താണ് പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. ശരണ്യ പദ്ധതി എന്താണ്? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്ന പദ്ധതി. 2 ചോദ്യമാണ് ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്താണ്? വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി ആണോ, റിക്കറ്റ്സ് ആണോ, നിശാന്തതയാണോ, ബെറിബെറിയാണോ? ഏതാണ്? B1 തയാമിൻ എന്നറിയപ്പെടുന്ന B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി. ഐക്കാണ്ട് എന്നറിയപ്പെടുന്ന അസുഖമാണ് ബെറിബെറി. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 41ാമത്തെ ചോദ്യം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓക്കെ, 2024 ലോക പരിസ്ഥിതി ദിനം ഏത് രാജ്യത്ത് വെച്ചാണ് ആഘോഷിച്ചത്? ഇന്ത്യയാണോ, ചൈനയാണോ, സൗദി അറേബ്യയാണോ, കാനഡയാണോ? ഏതാണ്? നമ്മുടെ സൗദി അറേബ്യ. ഇപ്പോൾ 2025 നോക്കാം. 2025 ഇപ്പോൾ എവിടെയാണ് ആഘോഷിച്ചത്? നമ്മുടെ സൗത്ത് കൊറിയയിലാണ്.
സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിലെ ജെജു ദ്വീപിലാണ്. സൗത്ത് കൊറിയയിലെ ജെജു ദ്വീപിലാണ്. ഓക്കെ, 2024 ലോക പരിസ്ഥിതി ദിനം എവിടെയാണ് ആഘോഷിച്ചത്? സൗദി അറേബ്യയിലാണെങ്കിൽ 2025 എന്താണ് അത്? സൗത്ത് കൊറിയയിലെ ജെജു എന്ന് പറയുന്ന ദ്വീപാണ്. ജെജു 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം 2025 സൗത്ത് കൊറിയ. ഓക്കെ, ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. ഓക്കെ, പാലായന പ്രവേഗത്തിൻ്റെ ഡെഫിനിഷൻ അതാണ്. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്. ഒരു വസ്തുവിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ പാലായന പ്രവേഗം കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/h ആണ്. അപ്പോൾ താഴെ പറഞ്ഞ ഏതാണ് ശരി? നമുക്ക് നോക്കാം ഏതാണ് ശരി നോക്കാം. ഓക്കെ, ആദ്യത്തെ എന്താണ്? ഒരു വസ്തുവിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ പാലായന പ്രവേഗം കൂടുതലായിരിക്കും. ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് 2gm/r എന്ന് പറയുന്നു. ഓക്കെ, ഇതിലെന്താണ് ജി എന്താ? നമ്മുടെ എം എന്താണ്? എം എന്ന് പറയുന്നത് എന്താണ്? എം ഗ്രഹത്തിൻ്റെ മാസാണ്. ഏത് ഗ്രഹമാണ്? ആ ഗ്രഹത്തിൻ്റെ മാസാണ് എം. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗ്രഹത്തിൻ്റെ ആരമാണ്. ഓക്കെ, അതിൻ്റെ ആരമാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തു പോകുന്ന വസ്തുവിൻ്റെ മാസിനെ പറ്റി പറയുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ പാലായന പ്രവേഗത്തിൽ എന്താണ്? പുറത്തു പോകുന്ന വസ്തുവിൻ്റെ മാസ് പരിഗണിക്കുന്നില്ല. ഓക്കെ, ഇവിടെ പരിഗണിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തെന്താണ്? ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. അത് ശരിയാണ്, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് പാലായന പ്രവേഗം എന്താണ്? ആ പുറത്തു പോകുന്ന വസ്തുവിൻ്റെ മാസ് അവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് നോക്കുന്നത്? ആ ഗ്രഹത്തിൻ്റെ മാസം പിന്നെ ആ ഗ്രഹത്തിൻ്റെ ആരമാണ്. അതായത് √2gm/r, ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആർ, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ വസ്തുവിൻ്റെ മാസം, പുറത്തു പോകുന്ന വസ്തുവിൻ്റെ മാസം നമ്മൾ പറയുന്നില്ല. അടുത്തെന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിന് നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/h എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. 11.2 km/h അല്ല, 11.2 km/s ആണ്. 11.2 എന്താണ്? km/s ആണ്. അപ്പോൾ നമ്മുടെ ശരിയായിട്ട് വരുന്ന ഏതാണ്? 2 മാത്രമാണ് ശരി, 2 മാത്രം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബന്ധമുള്ളത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ്. ഇത് ആ പരീക്ഷ പഠിച്ചിട്ടുള്ളവരായിരുന്നു. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ എന്താണ്? ഈ കിലോമീറ്റർ വരെ വായിക്കും. അപ്പോൾ ഈ വാല്യൂ ശരിയാണ്, അപ്പോൾ കയറി അങ്ങ് അടിക്കും. എന്താണ് നമ്മൾ എന്തടിക്കും? നമ്മൾ 2, 3 കയറി അടിക്കും. അപ്പോൾ പിന്നീട് നോക്കുമ്പോൾ എന്താണ്? km/h എന്നാണ് കൊടുത്തേക്കുന്നത്. km/s ആണ്. അപ്പോൾ ആ യൂണിറ്റ് മൊത്തം വെപ്രാളപ്പെട്ട് വായിക്കേണ്ട, സാവധാനത്തിൽ വായിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് എന്താണ്? അറിയാവുന്ന കാര്യങ്ങൾ നെഗറ്റീവ് അടിക്കുമ്പോഴല്ലേ ഏറ്റവും സങ്കടം വരുന്നത്. ഓക്കെ, അപ്പം ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ്. ഓർത്ത് വെച്ചോ അല്ല, പഠിച്ചു വയ്ക്കണം, ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, അടുത്ത എന്താണ്? ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഇത് അങ്ങനെ കണ്ടിട്ടില്ല, പ്രിലിംസിനൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ഈ വാട്ട് കണ്ടെത്തുന്നതും ആംബിയർ കണ്ടെത്തുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമുക്ക് സിലബസിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞുകൊണ്ടെന്നാണ് നമുക്കത് വിട്ടുകളയാൻ പറ്റില്ല. ഓക്കെ, ഇത് സ്കൂൾ ടെസ്റ്റിലൊരു ചോദ്യമാണ്. ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. അതിന് 240 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? നമുക്കിവിടെ കണ്ടെത്തേണ്ട വൈദ്യുതിയാണ് I = P/V ആണ്. P/V. ഓക്കെ, പി പവർ വാട്ട് എത്രയാണ്? 690 ആണ്. 690 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. 0.8 എത്രയാണ്? നമ്മൾ 3 ആംബിയർ വരും. 3 ആംബിയർ വരും. അപ്പോൾ അത് കറണ്ട് എത്രയാണ്? 3 ആംബിയർ. 43 ഏതാണ്? ബി ആണ്. ഓക്കെ, ഇക്വേഷൻ I = P/V. ഇവിടെ എഴുതി തരാം. I = P/V. ഓക്കെ, അടുത്തെന്താണ്? കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ എന്താണ്? കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടൻ്റെ 2ാം ചലന നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം, സ്റ്റോക്ക് നിയമം. ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ ഏത് നിയമമാണ്? പാസ്കൽ നിയമമാണ്. ഏതാണ്? പാസ്കൽ നിയമം. നമ്മുടെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രഷറൊക്കെ പാസ്കൽ നിയമമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ,
ഓക്കെ, ഇത് 2024 നടന്ന 2024 ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2023 നൊബേലാണ് ചോദിച്ചേക്കുന്നത്. എടാ അപ്പോൾ ഇത് 2023 ഫിസിക്സിന് ഏത് മേഖലയ്ക്കാണെന്നാണ് നൽകിയിട്ടുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിസം, ഫോട്ടോണിക്സ്, ഇലക്ട്രോണിക്സ്, പിന്നെന്താണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അപ്പോൾ ഇതിൽ ഏത് മേഖലയാണ് 2023 ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഏതാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ്, ഇലക്ട്രോൺ ഡൈനാമിക്സ്, ഇലക്ട്രോൺ ഡൈനാമിക്സ്, ഇലക്ട്രോൺ ഡൈനാമിക്സ്. 2025 നമ്മുടെ ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ച ആർക്കേണ്ട? ഒന്നാരാണ്? നമ്മുടെ ജോൺ ക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തി, ജോൺ ക്ലർക്ക് എന്ന വ്യക്തി. പിന്നെ ആർക്കാണ്? ഒരു മിഷേലിന് ലഭിച്ചു, മിഷേൽ ഡി വോർട്ടിന് ലഭിച്ചു. പിന്നെ ആർക്ക് കിട്ടി? ജോൺ മാർട്ടിനസ്. ഇതൊക്കെ നമ്മുടെ ടീച്ചർ എന്നാണ് ലൈവിൽ ടീച്ചർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ട് വന്നിട്ടാണ് കോഡൊക്കെ നൽകി ടീച്ചർ അടിപൊളിയായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോൾ 2025 ഫിസിക്സിന് ആർക്കും ലഭിച്ച്? ജോൺ ക്ലർക്ക്, മിഷേൽ ഡി വോർട്ട്, ജോൺ മാർട്ടിനസ്. ഇവിടെ ചോദിച്ചതാണ് 2023 എന്താണ് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ഏത് മേഖലയിൽ എന്താണ് സംഭാവനയ്ക്കാണ്? ഏത് മേഖലയിലാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, വിക്രം എസ് എന്ന പറഞ്ഞ റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഓക്കെ, സ്വകാര്യ മേഖല വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ശരിയാണ്. വിക്രം എസ് എന്താണ്? സ്വകാര്യ മേഖല വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് വിക്രം എസ്. ഓക്കെ, അടുത്തെന്താണ്? ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചത്. അതും കറക്റ്റാണ്. വിക്രം എസിൻ്റെ നിർമ്മാതാക്കൾ ആരാണ്? നമ്മുടെ ഹൈദരാബാദുള്ള സ്റ്റാർട്ടപ്പായ സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ്. അടുത്താണ്? റോക്കറ്റിൻ്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 8-നാണ്. റോക്കറ്റിൻ്റെ വിക്ഷേപണം നടന്നത് 2023 നവംബർ 8 എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. അടുത്തെന്താണ്? ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1, 2, 4 ശരിയാണ്. 1, 2, 4 1, 2, 4 ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അടുത്തെന്താണ്? ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ബോയിൽ നിയമം, ഡാൾട്ടൺ നിയമം, പിന്നെ എന്താണ് അവഗാഡ്രോ നിയമം, ചാൾസ് നിയമം. ഇതിൻ്റെ ഇക്വേഷൻ ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബോയിൽ നിയമം നോക്കാം. ഓക്കെ, ബോയിൽ നിയമം ഏതാണ് വരുന്നത്? ബോയിൽ നിയമം ഏതാണ് വരുന്നത്? ബോയിൽ നിയമം ഏതാണ്? നമ്മുടെ 4 ആണ് വരുന്നത്. അതായത് ബോയിൽ നിയമം ഏതാണ്? 4. അപ്പോൾ 1 ഏതാണ്? 4-ലാണ് വരുന്നത്. ബോയിൽ നിയമം അതാണ്. പിന്നെ അത് ഡാൾട്ടൻ്റെ നിയമം ഏതാണ്? ഡാൾട്ടൺ 3-ലാണ് വരുന്നത്. 3. ഓക്കെ, അടുത്തതാണ് അവഗാഡ്രോ നിയമം ഏതിലാണ് വരുന്നത്? അവഗാഡ്രോ നിയമം ഏതാണ്? V പ്രൊപ്പോർഷൻ ടു N. ഓക്കെ, TP ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. അപ്പോൾ അവഗാഡ്രോ 3 5-ലാണ് വരുന്നത്. പിന്നെ ഏതാണ്? 4 ഏതിലാണ്? 2-ലാണ് വരുന്നത്. 4 ഏതാണ്? 2-ലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1 4-ൽ 1 4-ൽ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവർ ഇപ്പുറത്തെ സൈഡിൽ എന്താണ്? 4 കറക്റ്റ് 4 ജോഡി തന്നെയാണ് കറക്റ്റ് തന്നിട്ടില്ല, 5 എണ്ണം തന്നിട്ടുണ്ട്. നമുക്ക് അവ എന്താണ് കറക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബോയിൽ നിയമം ഏതാണ് വരുന്നത്? ബോയിൽ നിയമം V പ്രൊപ്പോർഷൻ ടു 1/V ആണ് വരുന്നത്. അപ്പോൾ ബോയിൽ നിയമം 1 4. ഡാൾട്ടൺ നിയമം ഏതാണ്? P ടോട്ടൽ ടു P1 + P2 + P3. ഓക്കെ, TV എന്താണ്? സ്ഥിരസംഖ്യ ആയിരിക്കും. അതാണ്. അപ്പോൾ 1 2 3 വരുന്നു. അവഗാഡ്രോ നിയമം ഏതാണ്? അവഗാഡ്രോ നിയമം ഏതാണ് വരുന്നത്? അതെ, V പ്രൊപ്പോർഷൻ ടു N ആണ്. ഓക്കെ, അപ്പോൾ അതേതാണ്? 3 5 വന്ന് 3 5 അത് കറക്റ്റ് തന്നെയാണ്. 4 എന്താണ്? ചാൾസ് നിയമം എന്താണ്? V പ്രൊപ്പോർഷൻ ടു T. ഓക്കെ, അപ്പം 4 2 വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? 47ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 47 ഓപ്ഷൻ എ ആണ്. ഓക്കെ, അത് നമ്മൾ എന്താണ് നമ്മുടെ സബ്ഷെൽ വിന്യാസം ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ വിന്യാസത്തിൽ ശരിയല്ലാത്തതാണ് തെറ്റ് കണ്ടുപിടിക്കണം. തെറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതൊക്കെയാണ് തെറ്റെന്ന് നോക്കാം. 1:2:2:2p7 ആണ്. അത് ശരിയാണോ? 2p7 ആണോ? അതേ പിയിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതാണ്? 6 ആണ്. 6 കൊള്ളാൻ പറ്റൂ, 7 പറ്റത്തില്ല. അപ്പോൾ അത് തെറ്റാണ്. അടുത്തതാണ് 1:2:2p2. അത് കറക്റ്റാണ്. അത് ശരിയായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസമാണ്. അടുത്തേതാണ് 1:2:2p6 3:3p6 4s1 3d1. ആ ഇലക്ട്രോൺ വിന്യാസം ശരിയാണോ? ആ ഇലക്ട്രോൺ വിന്യാസം ഏതാണ്? അത് ശരിയാണ്. അടുത്ത ഇലക്ട്രോൺ വിന്യാസം നോക്കാം. 1:2:2p5 3s1. അത് ശരിയാണോ? അതൊരു തെറ്റുണ്ട്. അതായത് നമ്മുടെ P സബ്ഷെല്ലുണ്ടല്ലോ, അത് ഫുള്ള് നിറഞ്ഞാലേ അപ്പുറത്തോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇവിടെ 5 എടുത്തേക്കണം, 6 നിറയണം. ഓക്കെ, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ 1ഉം 4ഉം തെറ്റാണ്. 1ഉം 4ഉം തെറ്റായിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 48 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
അടുത്തെന്താണ്? സാന്ദ്രീകരിച്ച ലോക അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാംഗത്തേക്കാൾ എന്താണ് കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആ പ്രക്രിയ? ഏതാണ്? നമ്മുടെ റോസ്റ്റിംഗ് ആണ്. ഏതാണ് നമ്മുടെ റോസ്റ്റിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒഗനസോൺ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒഗനസോൺ എന്നത് എന്താണ്? ഹോർമോൺ ആണോ? ആൻറ്റി മൈക്രോബിയൽ മരുന്നാണോ? കൃത്രിമ മൂലകമാണോ? അന്തരീക്ഷ പാളിയിൽ കാണപ്പെടുന്ന ഒരു വാതകമാണോ? എന്താണ് നമ്മുടെ ഒഗനസോൺ? ഒഗനസോൺ എന്താണ്? ഒരു കൃത്രിമ മൂലകമാണ്. ഒഗനസോൺ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരു കൃത്രിമ മൂലകമാണ് ഒഗനസോൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം എന്താണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയത് എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പോൾ 2023 എന്താണ് കെമിസ്ട്രിക്കുള്ള രസതന്ത്രം ഏത് മേഖലയിലുള്ള കണ്ടുപിടുത്തത്തിനാണ് നൽകിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വിക്ക് കെമിസ്ട്രി, ക്വാണ്ടം ഡോട്ട്സ്, അസ്മെട്രിക് ഓർഗാനോ കാറ്റലിസിസ്, പിന്നെന്താണ് ജീനോം എഡിറ്റിംഗ് മെത്തേഡ്. ഏതിനാണ് ലഭിച്ചത്? നമ്മുടെ ക്വാണ്ടം ഡോട്ട്സിനാണ് ലഭിച്ചത്. ഏതിനാണ്? നമ്മുടെ ക്വാണ്ടം ഡോട്ട്സിനാണ് ലഭിച്ചത്. 2025 കൂടെ നമുക്ക് നോക്കാം. 2025 ആർക്കൊക്കെയാണ് ലഭിച്ചത്? നമ്മുടെ സുസുമ കിറ്റഗാവ. പിന്നെ ആർക്കാണ് ലഭിച്ചത്? റിച്ചാർഡ് റോബ്സൺ. പിന്നെ ആർക്കാണ്? ഒമർ യാഗി. ഓക്കെ, അപ്പോൾ 2023 രസതന്ത്രത്തിനുള്ള ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സും. 2025 ആർക്കാണ്? സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, പിന്നെ ഒമർ യാഗി എന്നിവർക്കാണ് 2025 എന്താണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2025. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ എന്താണ് കാലക്രമം അനുസരിച്ച് അവരെ കിട്ടിയ വർഷം അനുസരിച്ചാണ് എന്താണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, നോക്കാം ആർക്കാണ് ആദ്യം ലഭിച്ചത്. നമുക്കൊരു കോഡുണ്ട്, GST, MDO, അക്കിത്തം. ഓക്കെ, GST എന്താണ്? ജി ശങ്കരക്കുറുപ്പിന് എന്താണ്? 1965. ഓക്കെ, SK പൊറ്റക്കാടിന് എന്താണ് ലഭിച്ചത്? SK പൊറ്റക്കാടിന് 1980 ലഭിച്ചത്. T ഫോർ തകഴിയാണ്, 84. MDക്ക് എന്താണ് ലഭിച്ചത്? MD എന്താണ്? 95. അക്കിത്തത്തിന് ONVക്ക് 7 2007 അക്കിത്തത്തിന് 2019 ലഭിച്ചത്. ഓക്കെ, 2019 ലഭിച്ചത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ജി ശങ്കരക്കുറുപ്പിനെ ലഭിച്ചത്. ജി ശങ്കരക്കുറുപ്പ്. നമുക്ക് ജി ശങ്കരക്കുറുപ്പിന് ആദ്യം വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 52 ഓപ്ഷൻ സി ആണ് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. GST MDO അക്കിത്തോ അല്ലേ? GST MDO അക്കിത്തോ എന്നാണ് കോഡ്. GST മുകളിൽ തരാം. GST MDO അക്കിത്തം എന്നാണ്. ജി ശങ്കരക്കുറുപ്പ് 1965. SK പൊറ്റക്കാട് എന്നാണ്? SK പൊറ്റക്കാട് 1980. തകഴി എന്നാണ്? 1984. നമ്മുടെ MD വാസുദേവൻ നായർ എന്നാണ്? 1995. പിന്നെ ONV എന്നാണ്? ONV 2007 ലഭിച്ചു. അക്കിത്തത്തിന് 2019 ലഭിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണ് യൂറോപ്യൻ ഒപ്പേറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപമായ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യൂറോപ്യൻ ഒപ്പേറയോട്, അതായത് നമ്മുടെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഏതാണ്? ചവിട്ട് നാടകം. എളുപ്പമുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ ഒപ്പേറയോട് സാദൃശ്യമുള്ള കേരളത്തിലെ കലാരൂപം ഏതാണ്? ചവിട്ട് നാടകമാണ്. അത് എളുപ്പമുള്ള ചോദ്യം. അടുത്തതിലോട്ട് പോകാം. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതൊരു ജനകീയ കലയാണ്, ഒരു ദൃശ്യകലയാണ്, പ്രധാന വാദ്യോപകരണ മിഴാവാണ്, പച്ച, കരി, കത്തി, താടി എന്നിവ വിവിധ വേഷവിധാനങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇതൊരു ജനകീയ കലയാണ്. ഓക്കെ, കഥകളി ജനകീയ കലയാണോ? ഏതാണ്? അല്ല. ജനകീയ കലാരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വരില്ല. ഇതൊരു ദൃശ്യകലയാണ്. ശരിയാണ്. പ്രധാന വാദ്യോപകരണ മിഴാവാണോ? അല്ല. അടുത്തെന്താണ്? പച്ച, കരി, കത്തി, താടി പ്രധാന വേഷവിധാനമാണ്. അപ്പോൾ 2ഉം 4ഉം ഏതാണ്? 2ഉം 4ഉം നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തെന്താണ്? കേരളത്തിലെ ആദ്യ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? എവിടെയാണ്? നമ്മുടെ തലശ്ശേരിയിലാണ്. കേരള സർക്കസിൻ്റെ പിതാവാരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരള സർക്കസിൻ്റെ പിതാവ്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? തലശ്ശേരിയിലാണ്. ഓക്കെ,
അടുത്തെന്താണ്? താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലിക നാമങ്ങൾ ശരിയായി തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ആശാ മേനോൻ, കെ ശ്രീകുമാർ ശരിയാണ്. ആശാ മേനോൻ, കെ ശ്രീകുമാർ ശരിയാണ്. ആനന്ദ്, എം കെ മേനോനാണോ? ആനന്ദ് അല്ല, ആനന്ദ് പി സച്ചിദാനന്ദനാണ്. ആനന്ദ് പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തെന്താണ്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശരിയാണ്. ഓക്കെ, അടുത്തെന്താണ്? വിലാസിനി. വിലാസിനി സച്ചിദാനന്ദനാണോ? അത് എം കെ മേനോനാണ്. വിലാസിനി എം കെ മേനോനും ആനന്ദാണ് പി സച്ചിദാനന്ദ്. ആനന്ദ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡി? ആശാ മേനോൻ കെ ശ്രീകുമാറാണ്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുമാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. 1ഉം ശരി. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് അവിടെ വരുന്നത്. അടുത്ത ഏതാണ്? യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിയാണോ, കോഴിക്കോടാണോ, തിരുവനന്തപുരമാണോ, കണ്ണൂരാണോ? യുനെസ്കോയുടെ ആദ്യത്തെ എന്താണ് സാഹിത്യ നഗരം എന്നുള്ള പദവി ലഭിക്കുന്ന ആർക്കാണ്? അത് നമ്മുടെ കോഴിക്കോട് നഗരത്തിനാണ്. കോഴിക്കോട് നഗരത്തിനാണ്. അടുത്തെന്താണ്? 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരെന്നാണ്. അപ്പോൾ 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം ആരാണ് 2024. ഓക്കെ, 2024 നമ്മൾ നോക്കണ്ട, ഇത് ആ സമയം നടന്ന റീസെൻ്റ് ആയിട്ട് ഇതുകൊണ്ട് ചോദിച്ചതാണ്. ആരാണ്? നമ്മുടെ ഇഗ സിയാടെക്കാണ്. ഇഗ സിയാടെക്ക്. 2025 ഫ്രഞ്ച് ഓപ്പൺ ആർക്കൊക്കെയാണ്? മെൻസ് ആർക്കാണ്? കാർലോസ് അൽക്കാരസ്. വുമൺ ആണെങ്കിൽ ആർക്കാണ്? കോക്കോ കോഫ്. ഓക്കെ, അപ്പോൾ 2025 ഫ്രഞ്ച് ഓപ്പൺ ആരാണ്? കാർലോസ് അൽക്കാരസും. വുമൻസ് ആർക്കാണ്? കോക്കോ കോഫിനുമാണ് ലഭിച്ചത്. ഓക്കെ, അടുത്തെന്താണ്? വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. IT ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഏതാണ് നമ്മുടെ വെബ് പേജ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ്? ഏതാണ് നമ്മുടെ HTML. ഏതാണ്? HTML ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തെന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു നെറ്റ്വർക്കിനുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രസ്താവന എന്നാണ് നോക്കേണ്ടത്. ശരിയായ പ്രസ്താവനയാണോ ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബ്ബും സ്വിച്ചും ഉപയോഗിക്കുന്നു. അത് കറക്റ്റാണ്. അടുത്തെന്താണ്? ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. അതും ശരിയാണ്. അടുത്തെന്താണ്? ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ കൈമാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കത്തുള്ളൂ. ഓക്കെ, അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്തെന്താണ്? ചേരുംപടി ചേർക്കുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? അപ്പുറത്ത് വരുന്നതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ശരിയായ ഒരു ഉദാഹരണം ഏതാണ്? അതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? 1, 3 ആണ്. ആൻഡ്രോയിഡ്. അപ്പോൾ 1, 3 വരുന്ന ഏതൊക്കെ ഉണ്ട്? സിയും ഡിയും ഉണ്ട്. അടുത്ത ഏതാണ്? ബ്രൗസർ ഏതാണ്? ഫയർഫോക്സ്. ഫയർഫോക്സ് ബ്രൗസറാണ്. അപ്പോൾ 1, 3, 2, 1. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻ ഡി ആണ്. 3 ഏതാണ്? 3 ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏതാണ്? ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ജോയിസ്റ്റിക്ക്. നമ്മൾ ഗെയിം കളിക്കുന്ന ജോയിസ്റ്റിക്ക് ഇൻപുട്ട് ഡിവൈസ് ആണ്. പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തെന്താണ്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എം സേവനം, സി സേവനം, ഇ സേവനം, പി സേവനം. ഏതാണ് ആൻസർ? നമ്മുടെ എം സേവനമാണ് ആൻസർ ആയിട്ട് വരുന്നത്. എം സേവനമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തതാണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഏതാണ്? ഐരാവതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അത് ഐരാവതാണ്. ഐരാവത്. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ഓക്കെ, 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണോ? മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണോ? ഗവർണറുടെ ശുപാർശയിൽ സംസ്ഥാന മുഖ്യമന്ത്രിയാണോ? അതോ മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, പിന്നെ ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതി ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണോ? ആരാണ് നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ, മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്?
നമ്മുടെ മുഖ്യമന്ത്രിയും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന എന്താണ് സമിതിയുടെ ശുപാർശയിൽ ആര് നമ്മുടെ സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമം ബന്ധപ്പെട്ട നിയമം 2007 പ്രകാരം മുതിർന്ന പൗരന് നൽകുന്ന ഡെഫിനിഷൻ എന്താണ്? ഓക്കെ, നമ്മുടെ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ എന്താണ് സംരക്ഷണം ബന്ധപ്പെട്ട നിയമം 2007 ആ നിയമത്തിൽ മുതിർന്ന പൗരൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഏതാണ് ഡെഫിനിഷൻ? ഏതാണ്ട് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ, പിന്നെന്താണ് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും, അടുത്തെന്താണ് 56 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും, 65 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ട് നോക്കേണ്ടത്? നമുക്ക് നോക്കാം. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും, ഓപ്ഷൻ എ പറയുന്ന 60 വയസ്സോ അതിൽ കൂടുതൽ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ, അപ്പോൾ നമ്മളെ കുഴപ്പിക്കുക ഈ ഓപ്ഷൻ എയും ബി നമ്മളെ നല്ലോണം കുഴപ്പിക്കും. പക്ഷേ എന്താണ് കറക്റ്റ് ആൻസർ ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. അതായത് 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വ്യക്തിയും അയാൾ എന്താണ് ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ, മുതിർന്ന പൗരൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? 65 ഓപ്ഷൻ എ ആണ്, ഇന്ത്യൻ പൗരനാകണം. ഓക്കെ, നമ്മളവിടെ കുഴയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ബി ഓപ്ഷൻ എയും ബി നമ്മളവിടെ എന്താണ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയാണ് പി അങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തിലോട്ട് പോകാം. അടുത്തെന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരനാകാം? അപ്പോൾ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ പരാതിക്കാരൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ പരാതിക്കാരനാവാം. അത് ശരിയാണ്. അടുത്തെന്താണ് കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റോ ആവാം. അതും ശരിയാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. അപ്പോൾ നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്തെന്താണ് 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന നിർവചനം ഏതാണ്? കുട്ടി എന്ന നിർവചനം സിമ്പിൾ ചോദ്യം. കുട്ടി എന്ന നിർവചനം ഏതാണ്ടാ? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തി. ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തി എന്താണ് നമ്മുടെ പോക്സോ ആക്ട് പ്രകാരം എന്താണ് കുട്ടി എന്ന നിർവചനം നൽകുന്നു. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, ആൺ പെൺ വ്യത്യാസമില്ല, ഏതൊരു വ്യക്തിയും. അപ്പോൾ 67 ഓപ്ഷൻ ബി ആണ് 67ൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തെന്താണ് നമ്മുടെ ഗാർഹിക പീഡന നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവ ഏതാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ശാരീരികമോ ഉള്ളതോ ആയവ, സാമ്പത്തികമായവ. സി എ മാത്രം, ഡി എയും ബിയും വരും. ശാരീരികമോ വാക്കാലുമുള്ളതുമായവ അത് വരുന്നതാണ്, കറക്റ്റാണ്. സാമ്പത്തികമായവ അതും കറക്റ്റാണ്. അപ്പോൾ എയും ബിയും വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. എന്താണ്? രണ്ടും വരും, എയും ബിയും വരും അവിടെ. ഓക്കെ, അടുത്ത എന്താണ് ഒരു ഭരണഘടനാ ഭേദഗതിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഇ.ഡബ്ല്യു.എസ് 10% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി. അതായത് നമ്മൾ ഇ.ഡബ്ല്യു.എസ് വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ 102ാം ഭേദഗതി. 102ാം ഭേദഗതി. അപ്പോൾ ഇ.ഡബ്ല്യു.എസുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? 102ാം ഭേദഗതിയാണ്. 102ാം ഭേദഗതിയാണ്. അടുത്തെന്താണ് ഏതു രാജ്യത്താണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അപ്പോൾ ഏത് രാജ്യത്താണ് അടുത്തിടെ ആണവായുധവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ്രായേലാണോ, റഷ്യയാണോ, ഉത്തര കൊറിയയാണോ, ചൈനയാണോ? ഏത് രാജ്യമാണ്? നമ്മുടെ ഉത്തര കൊറിയയാണ് ആൻസറായിട്ട് വരുന്നത്. ഉത്തര കൊറിയയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ഇ.ഡബ്ല്യു.എസ് 10% സംവരണം ഏർപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അപ്പോൾ ഇ.ഡബ്ല്യു.എസ് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ 103ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇ.ഡബ്ല്യു.എസ് ബന്ധപ്പെട്ടതാണ് 103ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം ഏതാണ്? ഏത് രാജ്യത്താണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഏത് രാജ്യമാണ്? ചുമ്മാ നമ്മുടെ മിസൈലൊക്കെ ഇട്ട് നമ്മളെ കിം ജോങ് ഉന്നിൻ്റെ ഏതാണ്? ഉത്തര കൊറിയയാണ്. അപ്പോൾ ഉത്തര കൊറിയയാണ് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തര കൊറിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഒരു LD നിലവാരത്തിലുള്ള ഒരു ചോദ്യമാണ് നോക്കിയത്. അത്യാവശ്യം എന്താണ് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളുണ്ടായിരുന്നു. നല്ല സെഗ്മെൻറ്റ് ചോദ്യമൊക്കെ എന്താണ് നല്ലോണം വായിച്ച് മനസ്സിലാക്കേണ്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മാക്സിമം PYക്ക് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ തന്നെ കുറച്ചധികം PYക്ക് നമ്മൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് റിപ്പീറ്റ് അടിച്ച് ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ. ആ മേഖലയിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം.